കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ മുസ്ലിം ലീഗിന്റെ പങ്ക് വളരെ വലുതാണ്. സാധാരണക്കാരന് വിദ്യാഭ്യാസം എത്തിക്കാനും മലബാറിന്റെ പിന്നാക്കാവസ്ഥ മാറ്റാനും നിരവധി വിദ്യാഭ്യാസ മന്ത്രിമാർ നിർണായക ഇടപെടലുകൾ നടത്തി. ആദ്യമായി CH മുഹമ്മദ് കോയ, കേരളത്തിലെ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നേതാവ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് മലബാറിലെ വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമായി യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് സ്ഥാപിതമായത്. സാങ്കേതിക വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി രൂപീകരിക്കാനും നേതൃത്വം നൽകി. മലബാറിലെ നിരവധി സ്കൂളുകളെ സർക്കാർ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നതും അറബിക് പഠനത്തിന് ഔദ്യോഗിക അംഗീകാരം ഉറപ്പാക്കിയതും അദ്ദേഹത്തിന്റെ വലിയ സംഭാവനകളാണ്. അടുത്തതായി ET മുഹമ്മദ് ബഷീർ, കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ആധുനികവൽക്കരിച്ച നേതാവായി ശ്രദ്ധിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കാലത്താണ് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ് സ്ഥാപിതമായത്. കേരളത്തിലെ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം എത്തിച്ച IT8 സ്കൂൾ പദ്ധതിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. ഇത് പിന്നീട് കൈറ്റായി വികസിച്ചു. അഡ്മിഷൻ രംഗത്തെ ക്രമക്കേടുകൾ ഒഴിവാക്കാൻ ഏകജാലകം എന്ന സിംഗിൾ വിൻഡോ സംവിധാനം ആരംഭിക്കുകയും സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വഴി തുറക്കുകയും ചെയ്തു. ശേഷം നാലക്കത്ത് സൂപ്പി വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകി. പുതിയ പാഠ്യപദ്ധതി പരിഷ്കാരങ്ങളും കൂടുതൽ +2 ബാച്ചുകൾ അനുവദിച്ചതും അദ്ദേഹത്തിന്റെ പ്രധാന ഇടപെടലുകളായിരുന്നു. തുടർന്ന് PK അബ്ദുറബ് ഭാഷാപരമായ വികസനത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻഗണന നൽകി. തിരൂരിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് അദ്ദേഹത്തിന്റെ കാലത്താണ്. 8ാം ക്ലാസ് വരെ സൗജന്യ യൂണിഫോമും പാഠപുസ്തകങ്ങളും ഉറപ്പാക്കി. വിദ്യാർത്ഥികളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ ESEP പദ്ധതി ആരംഭിക്കുകയും മലപ്പുറത്ത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ കേന്ദ്രം കൊണ്ടുവരുന്നതിനും വലിയ പങ്കുവഹിച്ചു. ഇങ്ങനെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വളർച്ചയിൽ മുസ്ലിം ലീഗ് നേതാക്കളുടെ ഇടപെടലുകൾ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. മലബാറിൽ നിന്ന് മുഴുവൻ കേരളത്തിലേക്കും വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം എത്തിക്കാൻ ഈ പ്രവർത്തനങ്ങൾ നിർണായകമായി.